الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം ശരീരത്തോടുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളതായിക്കൊണ്ട് ജീവിച്ച് അവസാനം ഈമാൻ കിട്ടി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കത്തെഴുതി കൊടുത്തയച്ച, ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുവരെ പറഞ്ഞത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കത്തെഴുതി, ഹിദബ് ബി കിതാബി ഹാദാ ഫൽഖിഹി ഇലൈഹിം സുമ്മ തവല്ല അൻഹും ഫൻദുർ മാദാ യർജിഊൻ. അപ്പോൾ ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം ബിൽക്കീസ് രാജ്ഞിയെ കണ്ടു. ബിൽക്കീസ് രാജ്ഞിയും അവരുടെ ജനങ്ങളും സൂര്യനെയാണ് ആരാധിക്കുന്നത്, സൂര്യനാണ് അവരുടെ ദൈവം. ഇതൊക്കെ വന്ന് ആര് പറഞ്ഞു? ഹുദൂദ് എന്ന് പറയുന്ന പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണോ ഞാൻ ശ്രദ്ധിക്കട്ടെ. സൻദുറു കാലസനന്ദുറു അസദക്ത അം കുന്തമിനൽ കാദിബീൻ. നമ്മൾ ശ്രദ്ധിക്കണം, നുണയാണോ പറഞ്ഞത് സത്യമാണോ പറഞ്ഞത്. അതുകൊണ്ട് നീ എൻ്റെ ഒരു എഴുത്ത് കൊണ്ടേ കൊടുക്കാം. അവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് ഇത് ഈ കിതാബി, എൻ്റെ എഴുത്ത് നീ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ ഈ എഴുത്ത് കൊണ്ടുപോയി ഹാദാ ഫഅൽഖീലയും സുമ്മ തവല്ല അന്നും ഫൻദുർ മാദാ യർജിഊൻ. ആ കത്ത് കൊടുത്തിട്ട് അവിടെ ഇട്ട് കൊടുക്കുക, പോസ്റ്റ്മാൻ കൈ കൊടുക്കുന്നത് പോലെ. ആദ്യത്തെ പോസ്റ്റൽ സംവിധാനം ഞാൻ പറഞ്ഞു കുത്തുപോയി, ആദ്യത്തെ പോസ്റ്റൽ സംവിധാനം ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹുദ്ഹുദ് എന്ന പക്ഷി ആ പാറിപ്പോയിട്ട് ആ കത്ത് ബിൽക്കീസ് രാജ്ഞി സിംഹാസനത്തിരിക്കുമ്പോൾ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. ഇട്ടിട്ട് മാറി കിട്ടുന്നത് അതാ സുലൈമാൻ നബി പറഞ്ഞു, ഇങ്ങോട്ട് മാറി നിൽക്കണം, അവരെന്താണത് വായിച്ചിട്ട് ആക്ഷൻ എടുക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കത്ത് കിട്ടി. കത്ത് വായിച്ചപ്പോൾ ബിൽക്കീസ് രാജ്ഞി ബിൽക്കീസ് രാജ്ഞി പറഞ്ഞു, യാ അയ്യുഹൽ മലവു, ഏ പ്രധാനികളെ,
എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, രാജസദസ്സിലുള്ള പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പ്രധാനികളെ ഇന്നി ഉൽക്കിയ ഇല്ല കിതാബും കരീം, ഒരു നല്ല ഒരു മാന്യനായ ഒരു വ്യക്തിയുടെ ഒരു കത്ത് അവിടെ വന്നിരിക്കണം. സാധാരണക്കാരനല്ല, കിതാബും കരീമാണ്, മാന്യമായ എഴുത്താണ്. അതിന് നമുക്ക് അങ്ങോട്ട് അവഗണിച്ചുകൂടാ. അങ്ങനത്തെ ഒരാളെ എഴുത്തുകൾ വന്നിട്ടുണ്ട്. ആ കത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്നറിയോ? ഇന്നഹു ഫ്രം അഡ്രസ് സുലൈമാൻ നബി. ഇന്നഹു അങ്ങോട്ടാണ് പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഏതാണ്ട് ഈസാ നബിയുടെ മുമ്പാണ്, 3000 വർഷങ്ങൾക്ക് മുമ്പാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിൽക്കീസ് രാജ്ഞിക്ക് എഴുതിയ കത്തിൻ്റെ തുടക്കത്തിൽ ഇന്നഹു മിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ എഴുതിയിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. ഇന്നഹു എന്നവിടെ എഴുതിയ ലമീർ സുലൈമാൻ, ഫ്രം സുലൈമാൻ നബി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു ഒരു എഴുത്ത്. വളരെ ചുരുക്ക കത്തട്ടോ. എന്താ കത്തിൻ്റെ ചുരുക്കം? അല്ല താലു അലിയ വൗത്തൂനി മുസ്ലിമിൻ, കൂടുതൽ അഹങ്കാരവും അഹംഭാവവും ധിക്കാര പ്രവർത്തനങ്ങളും എൻ്റെ മേലിൽ നടത്തണ്ട. ഒന്നും അഹങ്കാരവും അഹംഭാവം ഒന്നും വേണ്ട. എൻ്റെ മേലിൽ എന്നെ അതിക്രമിക്കുവാനോ എന്നെ അടക്കി വരിക്കുവാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കേണ്ട. അതൊക്കെ ആപത്ത് വരും. വൗത്തൂനി മുസ്ലിമിൻ, നിങ്ങൾ അനുസരണശീലമുള്ളവരായിക്കൊണ്ട് എന്നെ അനുസരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരിക. എന്ന് വെച്ചാൽ സുലൈമാൻ നബിയുടെ കർത്തവ്യമാണത്. അവരാരാധിക്കുന്നത് സൂര്യനെയാണ്. അപ്പോൾ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചെന്താണ്? ഇൽമിൻ്റെ ഏറ്റവും ഫളായിലായ ഇൽമതാണ് തൗഹീദാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു തആല പറഞ്ഞു, ഫഅലം, പ്രവാചകരെ അങ്ങ് പഠിക്കുക, മനസ്സിലാക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിച്ച് മനസ്സിലാക്കിയ എല്ലാ ഇൽമും അതിലേക്ക് നമ്മളെ വഴിതെളിക്കുന്നതാണ്. ആണ് അൽ ഇൽമു കുല്ലു മിഫ്താഹിൻ ജന്ന, സ്വർഗത്തിന്റെ താക്കോല് ഇൽമാണ് എന്നൊരു ഹദീസുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത അങ്ങനെ തന്നെയാണ്. അപ്പോൾ സുലൈമാൻ നബി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഭരണത്തിന്റെ പരിധിക്ക് പുറത്ത് ഇത്തരത്തിലൊരു ഭരണം സൂര്യനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ സുലൈമാൻ നബിയുടെ കർത്തവ്യത്തിൽപ്പെട്ടവർ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അങ്ങനെ അവർക്ക് ആ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ഇട്ട് കൊടുത്തു. ആ കത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെയാണ് കത്തിന്റെ തുടക്കം. പിന്നെ അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ, നിങ്ങൾ ധിക്കാരത്തിനും അഹംഭാവത്തിനും ഒന്നിനും മെനക്കെടണ്ട, എന്നെ അങ്ങോട്ട് അടക്കി വരിക്കാറൊന്നും വേണ്ട, നിങ്ങൾ എന്നെ അനുസരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇസ്ലാത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം മുഴുവനും തൗഹീദാണ്, ഇസ്ലാമം സ്വീകരിക്കണം കേട്ടോ. കഥ അവസാനം അവിടേക്കും നമ്മൾ പോകില്ല. നമ്മളുടെ വിഷയം ഇൽമു കൊണ്ട്, അറിവ് കൊണ്ട് അല്ലാഹു തആല അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കഴിവ് കൊടുക്കും. ഇൽമുണ്ടെങ്കിൽ കേട്ടോ. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുവടെ. 2 കഥ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കേൾപ്പിച്ചാൽ. അങ്ങനെ ഈ കത്ത് വായിച്ചപ്പോൾ ബിൽക്കീസ് രാജ്ഞി പറഞ്ഞു, എന്താ പറഞ്ഞത്? ഖാലത്ത് യാ അയ്യുഹൽ മലവു, മലവ് എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവരെ, പ്രധാനികളെ, എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഒക്കെയാണ് മലവ്. അയ്യുഹൽ മലവു, പ്രധാനികളെ, ഇഫ്തൂനി ഫി അംറി, ഈ കാര്യത്തിന് നിങ്ങൾ കണിശമായ തീരുമാനങ്ങൾ ഉണ്ടാക്കി തരണം, ഒരു ഫത്വ തരണം. ഇഫ്തൂനി, എനിക്ക് ഒരു ഫത്വ തരണം. ഈ അംറി, ഈ കാര്യത്തിൽ ഒരു കണിശമായ തീരുമാനം, എന്ത് വേണം നമ്മൾ ഇതിനെ തീരുമാനിക്കണം. മാ കുന്ത കാത്തിയത്ത അംറിൻ, ഇഫ്തൂനി ഫി അംറി മാ കുന്തു കാത്തിയത്ത അംറിൻ ഹത്താ തശ്ഹദു. ഞാൻ നമ്മുടെ രാജ്യത്തെ രാജസദസ്സിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അവിടുത്തെ നിങ്ങളൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ ഞാൻ തീരുമാനിക്കാറുള്ളൂ. ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കമ്മിറ്റി കൂടുമല്ലോ എന്നതുപോലെ എന്താണ് കുന്തു കാത്തിയത്ത അംറൻ, ഒരു കാര്യം ഞാൻ കണിശമായി ഒറ്റക്കെട്ടായി ഏകഭാഷികമായി തീരുമാനം എടുക്കാറില്ല. അന്തും തശ്ഹദൂന, നിങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങളുടെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കിതാബും കരീം, മാന്യമായ ഒരു എഴുത്തുകൾ വന്നിട്ടുണ്ട്. ഈ എഴുത്തിൽ ഇങ്ങനെ പറയുന്നത്, കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തന്നെ അവർ ഞെട്ടിപ്പിക്കുന്ന ഒരാളാണ്. പരമകാരുണ്യവനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതും പരിപാലിച്ചിരിക്കുന്നതും ഒക്കെ അള്ളാഹു ആണ്. ആ അള്ളാഹു നാമത്തിലാണ്. അവർ ഇന്നേ വരെ അവരാണ് അവിടുത്തെ രാജ്ഞിയും അവരുടെ ദൈവം സൂര്യനുമാണ്. അതുകൊണ്ടാണ് സൂര്യൻ അവർ സുജൂദ് ചെയ്യുന്നത്. അത് നമ്മളെ ഹുദൂദ് കണ്ടല്ലോ, സൂര്യൻ സുജൂദ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തീരുമാനമെടുക്കണം എന്നാണ്. ഖാലു, അപ്പോൾ അവിടുത്തെ പ്രധാനികൾ പറഞ്ഞു, പ്രൈവറ്റ് സെക്രട്ടറിമാരും വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞു. ഖാലു, അവർ പറഞ്ഞു, നഹ്നു ഉലുൽ ഖുവ്വത്തി വ ഉലുൽ ബഅസിൻ ശദീദ്, ഞങ്ങൾ നല്ല ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ള ആൾക്കാരും എല്ലാമാണ്, എല്ലാം കൊണ്ടും അങ്ങയുടെ
രാജസദസ്സിലുള്ള അങ്ങയുടെ സെക്യൂരിറ്റി സ്റ്റാഫും അങ്ങനെ രാജ്യത്തിന് വേണ്ടിയിട്ടും എല്ലാം സമർപ്പിക്കുവാനുള്ള യുദ്ധവീരമുള്ളവർ, എല്ലാ യുദ്ധതന്ത്രവും ഞങ്ങൾക്കറിയാം, എല്ലാ കഴിവും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പല്ലമ്രുയിലേക്ക് ഞങ്ങൾക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ലല്ലോ, കാര്യം കടക്കുന്നത് താങ്കളുടെ അടുത്താണ്. പല്ലമ്രുയിലേക്ക് കാര്യത്തിൻ്റെ കാതലായ വശം കടക്കുന്നത് താങ്കളുടെ കയ്യിലാണ്. അതുകൊണ്ട് പന്തുരി മാതാത്തു മുറിയിൽ നിങ്ങൾ എന്താണോ ഞങ്ങളോട് കൽപ്പിക്കുന്നത് അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ആര് പറഞ്ഞു? രാജസദസ്സിലെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ബിൽക്കീസ് രാജ്ഞി പറഞ്ഞു, ഇന്നൽ മുലൂക്ക, സാധാരണഗതിയിൽ മറ്റൊരു രാഷ്ട്രത്തിലെ രാജാക്കന്മാർ ഒരു രാജ്യത്ത് പ്രവേശിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുമ്പോൾ ഇന്നൽ മുലൂക്ക ഇതാ ദഹലു കറിയത്തൻ, മറ്റൊരു രാജ്യത്ത് പ്രവേശിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നതാണ് അഫ്സദുഹ, അവിടെ കുഴപ്പമുണ്ടാക്കും, സമാധാനമൊന്നും ഉണ്ടാക്കൂല. അവരാ രാജ്യം അടക്കി ഭരിക്കുവാൻ കീഴടക്കി. നമുക്കറിയില്ലേ, ഇപ്പൊ ഗസയും ഇസ്രയേലും എവിടെയൊക്കെ ഇറാനും ഇസ്രയേലൊക്കെ യുദ്ധം, ലോകത്ത് എത്രങ്ങാനും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ മേൽക്കോയ്മ സാധിക്കാനുള്ള യുദ്ധമാണ്, ആദർശത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും മറ്റു പ്രവാചകന്മാരും സുലൈമാൻ നബിയും ഒക്കെ ചെയ്യുന്നത് ആദർശമാണ്. ആ ആദർശം എന്താണ്? ഇൽമാണ്. ഇൽമിന്റെ തുടക്കം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആദർശം പ്രചരിപ്പിക്കാൻ വേണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നൽ മുലൂക ഇദാ ദഖലു ഖറിയത്തൻ അഫ്സദുഹ, അവിടെ കുഴപ്പമുണ്ടാക്കും. വജഅലു അഇസ്സത്തൻ അഹ്ലിയ, അവിടുത്തെ ഭരണാധിപന്മാരെയും വേണ്ടപ്പെട്ട എല്ലാവരെയും അവരെന്താക്കും? അഇസ്സത്തൻ അഹ്ലിയ, അതില്ലത്തുൽ, നിന്ദന്മാരാക്കും, മോശക്കാരാക്കും. രാജാവിനൊക്കെ രാജാക്കന്മാർ ആരാവട്ടെ അവരൊക്കെ മോശക്കാരാക്കും. വകദാലിക യഫ്അലു, അപ്രകാരമാണ് ഒരു രാജ്യം ആക്രമിക്കാൻ വന്നാൽ, മറ്റു രാജാക്കന്മാരോട് ആക്രമിക്കാൻ വന്നാൽ അവർ ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ ഇതൊക്കെയാണ്. ഇതപ്പോൾ നമുക്കോട് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് രാജ്ഞി തൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ ആദ്യം മാറ്റം തീരുമാനമെടുത്തു. വൈന്നി മുർസിലത്തും വിലയും ഹദിയ, നമുക്ക് എഴുത്ത് വന്നിട്ടുണ്ടല്ലോ, ആ രാജ്യത്തേക്ക് നമ്മളെ വകയായിട്ട് സമ്മാനം കൊണ്ട് പോവുക. ഒരു ഹദിയ എന്ന് പറഞ്ഞാൽ സമ്മാനം, ഗിഫ്റ്റ്, ഒരു സമ്മാനം കൊണ്ട് പോവുക. അത് നമ്മൾ കൊണ്ടേ കൊടുക്കുക. ഇനി മുർസിയത്തും വിലേഹിം, അവരിലേക്ക് ഞാൻ അയക്കും ഹദിയത്തിൻ്റെ ഒരു സമ്മാനം. അപ്പോൾ ആദിരത്തും എറുതിൽ മുർസലീൻ, അതിൻ്റെ റിപ്പോർട്ട്, അവിടെ തന്നെ ഈ സമ്മാനം കൊടുത്തതിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുക, അതിനനുസരിച്ച് നമുക്ക് നീങ്ങാമെന്ന് പറഞ്ഞ് ഒരു സമ്മാനം കൊടുത്തു. അങ്ങനെ ആ ഗിഫ്റ്റുമായിട്ട് ബിൽക്കീസ് രാജ്ഞിയുടെ പട്ടാളത്തിൽപ്പെട്ട വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. ഫലമ്മാ ജാ സുലൈമാന, അവർ അതുകൊണ്ട് സുലൈമാൻ ഇവിടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അപ്പോൾ സുലൈമാനെ പ്രവേശിക്കുകയാണോ എന്താണ് പ്രതികാരം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രതികാരമാണ് കത്ത് കൊണ്ട് ഒരു സമ്മാനമായിട്ട്, സമ്മാനം എന്താ? വിലപ്പെട്ട വസ്തുക്കൾ, അത് സുലൈമാൻ നബിയെ വശീകരിക്കുവാൻ വേണ്ടിയുള്ള വിലപ്പെട്ട വസ്തുക്കൾ കൊടുത്ത് വശീകരിക്കാൻ വേണ്ടി ചെന്നും. കാരണം ആ തുമിത്തൂര നബി മാറി. അപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, നിങ്ങൾ എന്നെ വശീകരിക്കാനുള്ള ശ്രമമാണില്ലേ, മാലിൻ സമ്പത്തും സമ്മാനങ്ങളൊക്കെ തന്നിട്ട് നിങ്ങൾ എന്നെ വശീകരിക്കാനാണ്, നിങ്ങൾ സമ്മാനം വന്നിരിക്കുന്നതാണല്ലോ. അത് ഉമിദുനനി ബി മാലിൻ ഫമാ ആതാനി അല്ലാഹു ഖൈറൻ മിമ്മാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി സ്ഥാനമാനങ്ങളും സമ്പത്തും അറിവും ഒക്കെ എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഈ നിസ്സാരമായ സമ്മാനം ആർക്ക് വേണം? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബൽ ഖൈറൻ മിമ്മാ ആതാക്കും ബൽ അന്തും ബി ഹദിയത്തിക്കും തഫ്റവും, നിങ്ങളതുകൊണ്ട് നിങ്ങളെ സന്തോഷിച്ചോളി, ഇങ്ങോട്ടാരും അതുകൊണ്ട് വേണ്ട പോയിക്കോളിന്നാണ്. നിങ്ങളെ സമ്മാനം എനിക്ക് വേണ്ട, അത് കൊണ്ടുപോയിക്കോളിന്നാണ്. അങ്ങനെ അത് തിരിച്ചുപോയി. അപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്നത് പരാജയമായി. ബിൽക്കീസ് രാജ്ഞിയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് പരാജയമായി. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വശീകരിക്കാം എന്നാണ് ബിൽക്കീസ് രാജ്ഞി ഉദ്ദേശിച്ചത്. സുലൈമാൻ നബി ആവട്ടെ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കലാണ് മെയിനായിട്ടുള്ളത്, സുജൂദ് ചെയ്യാണല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇർജിഇലൈഹിം, നിങ്ങളിപ്പോൾ പോയിക്കോളി. സുലൈമാൻ നബി പറയാം, നിങ്ങളിപ്പോൾ പോയിട്ട് ശത്രുസന്നാഹത്തിനെ നേരിടാൻ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ രാജ്ഞിയോട് പോയി പറഞ്ഞോളൂ, ഞങ്ങൾ വരും. എന്താ പറഞ്ഞത്? ഞങ്ങൾ സൈന്യങ്ങളെ കൊണ്ടുവരും. ഞങ്ങൾ ഇവിടെ നിന്ന് വന്നാൽ നിങ്ങൾക്ക് നേരിടുവാനോ അതിനെതിർക്കുവാനോ നിങ്ങൾക്ക് സാധ്യമല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വാക്കാൽ പറയുന്നത് അതിൻ്റെ നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് നിങ്ങൾ വളരെ ചെറിയവരായിട്ട് നിസ്സാരമാക്കിക്കൊണ്ട് നിന്ദന്മാരായിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും അവിടുന്ന് പുറത്താക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമ്മാനം കൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. എന്നിട്ട് ഇവരാണ് പോയി കഴിഞ്ഞാണ് നമ്മുടെ വിഷയം എന്താണ്? സുലൈമാൻ അലൈഹിസ്സലാത്തു പറഞ്ഞു, യാ അയ്യുൽ മലഉ, സുലൈമാനിൽ കൂടെ പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ ഉണ്ട്, പ്രധാനികളുണ്ട്. പ്രധാനികളെ അയ്യുൽ മലഉ അയ്യുക്കും യഅ്തീനി ബിഅർശിയ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ആ ബിൽക്കീസ് രാജ്ഞിയുടെ അർശ്, സിംഹാസനം, ആ സിംഹാസനം ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവരിക? അവിടെയാണ് നമ്മളെ വിഷയം. അയ്യത്ത് വെളുത്തൂനി ബർസിയ കബല ആൻ എഴുത്തൂനി മുസ്ലിമീൻ, മുസ്ലിമായി അവർ നമ്മളനുസരിച്ചിട്ട് വരുന്നതിന് മുമ്പ് തന്നെ
അവിടെ സിംഹാസനം നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ആർക്കാണ് കഴിയുക എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടിയിട്ടുള്ള അവിടെ കൂടിയിട്ടുള്ള പ്രധാനികളെയും വേണ്ടപ്പെട്ട ആൾക്കാരെയും അറിവുള്ളവരും എല്ലാവരും ഉണ്ട് ആ സദസ്സിൽ. അവരോട് ചോദിച്ചപ്പോൾ ജിന്നിൽ നിന്ന് ഇഫ്രീത്ത് പറഞ്ഞതാണ്. ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ മല്ലൻ ശക്തൻ, ജിന്നി വർഗത്തിൽപ്പെട്ടാണ് കേട്ടോ, മനുഷ്യനല്ല. മനുഷ്യരും ജിന്നുകളും ഒക്കെ സുലൈമാനൊക്കെ ഒരുപാട് മുഅ്ജിസാത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ പെട്ട മുഅ്ജിസാത്തുകളൊക്കെ. ഇഫ്രീത്ത് മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ഒരു ശക്തൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങൾ നിങ്ങളുടെ സിംഹാസനത്തിൽ ഇപ്പോൾ ഇരിക്കുകയാണല്ലോ, ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ്. നല്ല കഴിവാണ്. അപ്പോൾ അതന്നെ അല്ലാഹു തആല കൊടുത്ത കഴിവാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ ഇരിപ്പിടത്തിൽ നിന്ന് അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നവൻ്റെ മുമ്പായിട്ട് അങ്ങകലെയുള്ള സബയിലുള്ള സിറിയയിലുള്ള ആ ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഞാൻ കൊണ്ടുവരാം, ഞാൻ കഴിവുള്ളവനാണ്. ഇഫ്രീത്ത് മിനൽ ജിന്നി ഇതിലേക്കാണ്. അപ്പൊ വേറെ പറഞ്ഞു അമീം, ഞാൻ അതിനൊക്കെ വിശ്വസ്തനും കഴിവുള്ള ആളുമാണ് ഇഫ്രീത്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ മിനൽ കിതാബ്, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാല അല്ലദീ, ഒരുത്തൻ പറഞ്ഞു, ഇൻദഹു ഇൽമു മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ അഗാധമായ അറിവുള്ള ഒരാള് സുലൈമാൻ നബിയുടെ രാജസദസ്സിൽ പ്രൈവറ്റ് വേണ്ടപ്പെട്ട ആൾക്കാരിൽ ഒരാളുണ്ട്. അദ്ദേഹം വേദഗ്രന്ഥങ്ങളിൽ നല്ല അറിവുള്ളവനാണ്, കിതാബ് ഓതി പഠിച്ച ആളാന്ന് പറയാം, ഇന്നത്തെ ഭാഷയിൽ പറയണമെങ്കിൽ നല്ല അറിവുള്ള ആളാണ്. കാല അല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ്, ആ കാലങ്ങളിലുള്ള വേദഗ്രന്ഥങ്ങൾ എന്തെല്ലാം അറിവുകളുണ്ടോ ആ അറിവൊക്കെ സ്വായത്തമാക്കിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ പേര് ആസിഫ് ബിൻ ബർക്കി എന്ന് തഫ്സീറുകളിലൊക്കെ കാണുന്നുണ്ട്. ആസിഫ് ബിൻ ബർക്കി എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു, എന്ത്, ഞാൻ നിങ്ങൾ എങ്ങനെ കൊണ്ടുവരാണ് പറഞ്ഞത്, ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക, കണ്ണ് ചിമ്പി നീക്കുന്നത്. മറ്റേ ഇരുന്ന് എഴുന്നേക്കുന്ന പറഞ്ഞത്. ഇയാൾ പറഞ്ഞെന്താണ് തറഫുക, ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക, നിങ്ങളൊന്ന് കണ്ണും ചിമ്പി ഇരിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങ് അകലെയുള്ള ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഞാൻ താങ്കളുടെ മുമ്പിൽ കൊടുന്ന് പ്രതിഷ്ഠിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഫലന്മാരാഹോ മുസ്തഖറുണ്ടോ പറഞ്ഞതുപോലെ തന്നെ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് ചിമ്പി തുറന്നപ്പോഴേക്കും ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ രാജാവിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഫലന്മാരാഹു, അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടപ്പോൾ മുസ്തഖറൻ മിൻഹു, ആ സിംഹാസനം സുലൈമാൻ നബിയുടെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി. കണ്ട അവിടെ വിഷയം, ഇതൊക്കെ എൻ്റെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണ്. റബ്ബിന്റെ ഫദ്ലാണ്, അനുഗ്രഹമാണ്. എനിക്കൊരുപാട് കഴിവ് തന്നിട്ടുണ്ട്, ഒരുപാട് അറിവ് തന്നിട്ടുണ്ട്, ഒരുപാട് ആമാനുഷിക കഴിവുകൾ തന്നു. ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി. അത് മാത്രം ഇത് എന്തിനാണ്, യബ്ലുവനി അഷ്കുറു അം അക്ഫുറു, ഇത്രയൊക്കെ സൗകര്യവും ചെയ്തു തന്ന ഞാൻ യബ്ലുവനി എന്തെന്ന് പരീക്ഷിക്കുകയാണ്. എന്താ ഇതിന്മേലെ പരീക്ഷണം? പരീക്ഷണം രണ്ടു വിധത്തിൽ അള്ളാഹിൻ്റെ ഉണ്ടാകും കേട്ടോ. ഒന്ന്, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷകളും ബലാ മുസീബത്തുകളൊക്കെ നൽകിക്കൊണ്ട് പരീക്ഷ, രോഗങ്ങളൊക്കെ തന്ന് പരീക്ഷിക്കും. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള അപാരമായ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മളെ നൽകിയിട്ട് പരീക്ഷിക്കും. ഒരുപാട് സമ്പത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേ തന്നെ ഒരുപാട് രോഗം കൊണ്ട് പരീക്ഷിക്കുക. ഇങ്ങനെ രണ്ടു വിധത്തിലുള്ള പരീക്ഷണം അള്ളാഹു നടത്തുക. അപ്പോൾ സുലൈമാൻ നബി പറയുവാണ്, എബിലുവനി എന്നെ പരീക്ഷിക്കുവാണ്, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി ഇല്ലാത്തവനാണോ ഞാൻ എന്നെ പരീക്ഷിക്കുന്നു. ആ പരീക്ഷണത്തിൽ നിന്ന് സുലൈമാൻ നബി വിജയിച്ചു. ഒമൻ ശക്കറ, ആരെങ്കിലും നന്ദിയുള്ളവനായാൽ അവൻ അവൻ്റെ സ്വന്തം ശരീരത്തോട് നന്ദി കാണിച്ചത്. നന്ദി പ്രവർത്തിച്ചാൽ അതിനുള്ള നന്മകൾ ഭൗതികവും ആത്മീയവുമായിട്ട് സ്വന്തമാണ് അനുഭവിക്കുക. ഒമൻ കഫറ, ഇനി ആരെങ്കിലും അല്ലാഹു തആല അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് അത് നന്ദികേട് കാണിച്ചാൽ അള്ളാഹു ഒന്നും വരാനല്ല. ഫൈന റബ്ബി ഗനിയും കരീമാണ്. ഗനിയ തന്നെ മറ്റുള്ളവരെ ആരുടെ ആശ്രയമില്ലാത്തവനും മാന്യനും ഔദാര്യവനുമായ അള്ളാഹുവിനൊരു വിഷയമല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഹാസിബിൻ ബർക്കി എന്ന് പറയുന്ന ആ വ്യക്തി ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയ കഴിവ് അദ്ദേഹം പഠിച്ച അറിവാണ്. അതാണ്, അറിവുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനുള്ള
കഴിവ് അള്ളാഹു തആല വ്യക്തി കൊടുക്കും. നമ്മൾ അത് വേണ്ട, അറിവുണ്ടാകുക വേണ്ടേ. ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഈ ആസിം നർക്കി എന്ന് പറയുന്ന ഈ വ്യക്തി അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന ഉണ്ട്, 99 പേരുണ്ട് അള്ളാഹ്ക്ക്. ലഹു 99 ഇസ്മൻ ഫമൻ അഹ്സാഹ വദഖലൽ ജന്ന. അത് നമുക്ക് വരും ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് പഠിക്കാം. 99 പേരിലെ ഈ 99 പേരും ഈ വ്യക്തി പഠിച്ചിരുന്നതാണ്, കാണാൻ പഠിച്ചത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, ലഹു 99 ഇസ്മൻ ഫമൻ അഹ്സാഹ വദഖലൽ ജന്ന. 99 ഇസ്മുകൾ ആരെങ്കിലും പഠിച്ച് മനഃപ്പാടമാക്കിയാൽ അവൻ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും. അതെങ്ങനെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ ഞാൻ എടുത്തത് അതിൻ്റെ എല്ലാ ഹഖീഖത്തുകളും മനസ്സിലാക്കി പഠിക്കണം. ഈ വ്യക്തി യാ ഹയ്യു യാ ഖയ്യൂം, ആ 99 പേരുകൾ വെച്ച് ഏറ്റവും ഒന്നും കൂടി പ്രസക്തമായ 2 ഇസ്മാണ് എന്ത്, യാ ഹയ്യു യാ ഖയ്യൂം. യാ ഹയ്യും യാ ഖയ്യൂം എന്ന് പറയുന്ന ഇസ്മ് പേര് എപ്പോഴും ഉരുട്ടിയിരുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ വ്യക്തിക്ക് ആ കഴിവ് കൊടുത്തത്. അങ്ങ് അകലെയുള്ള ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം കണ്ണ് ചെമ്പി തുറക്കുന്നതിന് മുമ്പായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയുണ്ടായി. അപ്പോൾ മനസ്സിലാക്കണം. ഒരു ഹദീസിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറിവ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ അങ്ങേയറ്റത്ത് പുണ്യമുള്ള കാര്യമാണ്. പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവരുണ്ട്. അദ്ദേഹം മനസ്സിലാക്കിയത് ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, വൽ മലായികത്തു, മലക്കുകളും, ഹത്താ ഹൂത ഫിൽ ബഹരി, കടലിലുള്ള മത്സ്യങ്ങൾ, വൽ യുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ്, ജനങ്ങൾക്ക് വിജ്ഞാനം പഠിപ്പിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ആഴമുള്ള സാഗരത്തിന്റെ ഗർത്തങ്ങളിൽ ഊഴമിട്ട് നീന്തുന്ന മത്സ്യങ്ങൾ മുതൽ അനന്തമായ വിഹാരത്തിൽ പറന്നുയരുന്ന പറവകൾ വരെ വിജ്ഞാനം പഠിപ്പിക്കുന്നവർക്ക് പടച്ചവനെ നീ പൊറത്തു കൊടുക്കണേ എന്ന് പറയും. അപ്പോൾ അറിവുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തും പരലോകത്തും നമുക്ക് നേടുവാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ കുളിയുടെയും അതിൻ്റെ ഫറലുകളും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് മനസ്സിലാക്കേണ്ടത് ഒളുവിനെ കുറിച്ചാണ്. ഒളുവിൻ്റെ ശ്രേഷ്ഠത എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ കുൻതും ഇലസ്സലാത്ത്, നിങ്ങൾ നമസ്കാരത്തിന് തയ്യാറായാൽ, നമസ്കാരത്തിന് ഒരുങ്ങിയാൽ, അതർത്ഥം എന്ത് വേണം? ഫഅ്സിലു വുജൂഹക്കും, നമസ്കാരത്തിൻ്റെ മുഖം കഴുകുക, വൈദിയക്കുമിൽ മറാസിക്ക്, കൈ 2 മുട്ടുവരെ കഴുകുക, വംസഹു ബിറൂസിക്കും, തറ തടയുക, വർജുലക്കുമിൽ കഅബൈനി, 2 കാലുകളും എരിയാണി വരെ കഴുകുക. സൂറത്ത് മാഇദയിൽ ഇത്രമാണ് ഒളുവിൻ്റെ ആയത്തെക്കുറിച്ച് പറയുന്നത്. അതാണ് ഒളു ആരാധനയാണ്, കുളി ആരാധനയാണ്. ഇതിൽ പറയുന്നത് ഫർദായ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഒളു ഉണ്ടാക്കൽ നിർബന്ധമാണ്. നിർബന്ധമായത് ഒളുവിൻ്റെ ഫർളുകളാണ്. ആ ഫർള് നമുക്കിപ്പോൾ പഠിക്കാം. ലാ യക്ബലുല്ലാഹു അഹദക്കും ഇദാ ഹദസ ഹത്താ യതവല്ലു, ഒളു ഉണ്ടാക്കിയിട്ട് ഒളു മുറിഞ്ഞാൽ, ഒളു ഇല്ലാത്തവൻ്റെ നമസ്കാരം അല്ലാഹു തആല ഒരിക്കലും സ്വീകരിക്കില്ല, ഒളു ഉണ്ടാക്കുന്നത് വരെ. ഒളു മുറിയേണ്ട കാര്യം നമുക്ക് പഠിക്കാം. ഇത് അലാ അദുല്ലുക്കും പറയുകയാണെങ്കിൽ, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ യംസഹുല്ലാഹു ബിഹിൽ ഖതായ, ഒളു ചെയ്യുമ്പോഴാട്ടോ നിങ്ങളെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുന്ന ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ് ഇസ്ലാം സൽമാങ്ങൾ പറയാം. എന്താണത്? വയർഫഉ ബിഹി ദറജാത്തി, നിങ്ങളുടെ പദവികളൊക്കെ ഉയർത്തി കിട്ടുകയും ചെയ്യും. ഖാലു ബലാ യാ റസൂലല്ലാഹ്, ആ ഒരു മഹത്തായ സൽക്രമം എന്താണ്? അപ്പോൾ സഹാബത്ത് ചോദിച്ചു. ഇസ്ലാം സൽമാൻ പറഞ്ഞു, കാല ഇസ്ബാഉൽ ഉളൂ, പരിപൂർണമായ ഒളു. ആ പരിപൂർണമായ പഠിക്കാൻ പോകണം. ഇസ്ബാഉൽ ഉളൂ, പരിപൂർണമായ ഒളു നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ആ ഒളു എടുക്കുന്ന ഓരോ അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാവങ്ങളും അല്ലാഹു തആല പുറത്തു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒളു എടുക്കൽ ഒരു സൽക്രമമാണ്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒളില്ലാതെ നിസ്കരിക്കാൻ പറ്റൂല. അപ്പോൾ ഒളുവിൻ്റെ ഫറലുകൾ ആചാരണം. ഇപ്പോൾ ഖുർആൻ ഇത്ര മാത്രമല്ലേ പറഞ്ഞുള്ളൂ, മുഖം കഴുകുക, കൈ കഴുകുക, കാല് കഴുകുക, തല തടവുക. അപ്പോൾ അത് ഫുഖഹാക്കളൊക്കെ അതിന് ഒരു ലിസ്റ്റ് നിയമങ്ങൾ ഉണ്ടാക്കി. ഒളുവിൻ്റെ ഫറല് 6. ഒളുവിൻ്റെ ഫറല് 6. 1 നിയ്യത്ത് ചെയ്യുക. എന്തിനും വേണം നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിസ്കാരത്തിൽ എന്ത് കാര്യത്തിലും നിയ്യത്ത് നന്നായെങ്കിലെന്തും ചെയ്വടോ, തൗഫീക്ക് പിന്നിൽ നിന്ന് തള്ളി തരുമടോ എന്നാണ് പറയുന്നത്. അപ്പോൾ നിയ്യത്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ നമസ്കാരത്തെ ഹലാലാക്കാൻ, നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ഒളു എടുക്കുന്നു, നമസ്കാരത്തെ പണ്ട് പഠിച്ച നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഒളു വന്ന ഫറല് ഞാൻ വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതൽ നിർബന്ധമാണ്.
കരുതാതിരുന്നാൽ ഒതു ശരിയാവുകയില്ല, ഏത് കാര്യവും ശരിയാവില്ല. ചില ഫിഖിന്റെ കിതാബുകളൊക്കെ പറയുന്നുണ്ട് ഉച്ചരിക്കൽ സുന്നത്താക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കരുതൽ ഫറളും മറ്റേത് സുന്നത്തുമാണ്. ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തേത് മുഖം കഴുകുക. ആ മുഖം കഴുകുമ്പോൾ സുന്നത്ത് നമുക്ക് പിന്നീട് പഠിക്കട്ടോ, അത് ഒതുവിൻ്റെ സുന്നത്തിൽ വരും. മൂന്നാമത്തേത് കൈ രണ്ടും മുട്ടോടുകൂടി കഴുകുക. നാലാമത്തേത് തല തടവുക മുഴുവനും. അഞ്ചാമത്തേത് കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ആറാമത്തേത് തെർത്തീബ്, ക്രമത്തിൽ ചെയ്യുക. ഈ പറഞ്ഞ ക്രമത്തിൽ അള്ളാഹു നമുക്ക് തുടങ്ങി കാണിച്ചത് പോലെ നമ്മൾ തുടങ്ങണം. അപ്പം നമ്മൾ പോരുമ്പോൾ ആദ്യം കാല് കഴുകി, പിന്നെ കൈ കഴുകി, അവസാനം മുഖം കഴുകി, ഒന്നും ശരിയാവില്ല. അതിൻ്റെ ആ റൂൾ അനുസരിച്ച്, ഓർഡർ അനുസരിച്ച് നെയ്യത്ത്, മുഖം കഴുകൽ, കൈ കഴുകൽ, തലതടവൽ, കാല് കഴുകൽ, അപ്പോൾ 5 ആറാമത്തേത് ക്രമീകരിച്ച് ക്രമത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ഇങ്ങനെയാണ് 6 ഫറലുകൾ. ഇൻഷാ അല്ലാഹ് അതിനടുത്ത് സുന്നത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുത്ത കുത്തുബയിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു കുടുംബാദികൾ ആരൊക്കെ ഉണ്ടോ വർദ്ധകിയ ലോകത്ത്, അവർക്കൊക്കെ അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാന റബ്ബെ, ഞങ്ങളെ മാതാപിതാക്കൾ മറ്റുള്ളവരൊക്കെ ഖബറിലാണ് റബ്ബെ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാന്. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് അവരൊക്കെ വർദ്ധകിയായ ലോകത്താണ്. അവർക്ക് മഅ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട് നമുക്ക് പല കൂട്ടത്തിലും. ആ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തോടു കൂടി ദീർഘായുസ്സുമാരോഗ്യം നൽകണേ റബ്ബേ. മറ്റ് രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ആഫിയത്തില്ലാത്ത ഐസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന രൂപത്തിൽ മൂത്രം പോകാൻ പൈപ്പ്, ഓക്സിജൻ കൊടുക്കാനുള്ള പൈപ്പ്, ഇത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കരുത് റബ്ബേ. ഞങ്ങൾക്ക് ഇനി ആയുസ് തരുന്ന കാലത്തോളം ആഫിയത്ത് തരണേ തമ്പുരാനെ. ആഫിയത്തില്ലാത്ത ആയുസ് ഞങ്ങൾക്ക് ഇനി തരുതേ റബ്ബേ. മാരക രോഗങ്ങൾ, അപകട മരണങ്ങൾ, ദുരന്തങ്ങളൊക്കെ ദൈനംദിനം ഏറ്റവും കുറഞ്ഞ രോഗം കിഡ്നി പോകലാണ്. അത്തരത്തെ രോഗങ്ങളൊക്കെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയും എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്യണേ തമ്പുരാൻ. ഉപജീവന മാർഗത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്നവരുണ്ടാകാം, വണ്ടി ഓടിക്കുന്നവരുണ്ടാകാം, പല നിലക്കുള്ള ജോലി ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരുണ്ടാകും. ഏതാണോ നമുക്കുള്ളത് അതിലൊക്കെ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളെ കടങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും ദൂരീകരിച്ച് തന്നെ തമ്പുരാനെ. കടത്തോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കരുതേ തമ്പുരാൻ റബ്ബേ. ഞങ്ങളെ മക്കളെ നന്നാക്കണം റബ്ബേ. മക്കളെ ഞങ്ങളെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളെ വളർത്തുന്നത്, പഠിപ്പിക്കുന്നതൊക്കെ. അവർക്ക് ഉന്നത വിജയം നൽകി അവർ നേരിടുന്ന ഇൻ്റർവ്യൂകളിലും അവർ ചെയ്യുന്ന ജോലിയിലും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളാക്കരുതേ തമ്പുരാനെ. പടച്ചോ ഞങ്ങൾ പെൺകുട്ടികളെയും അവരുടെ ഭർത്താക്കന്മാരെയും ഒക്കെ നന്നാക്കി സന്തോഷത്തിലാക്കി തരണേ തമ്പുരാനെ. റഹ്മാന റബ്ബെ, ഞങ്ങൾക്ക് ഏതെല്ലാം മേഖലകൾ ഞങ്ങളോട് ശത്രുവായും അസൂയയും പുലർത്തുന്നവരുണ്ടെങ്കിൽ അവരെല്ലാം ഞങ്ങളെ മിത്രുക്കളാക്കണേ തമ്പുരാനെ. അവരുടെ ശരീരം ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ